രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി തെങ്ങ് കയറി അത് പറയൂ. വ്യഭിചാരം തന്നെയാണ്. എന്ത് നിങ്ങൾ അള്ളാഹുത്താല ഒരു മനുഷ്യന് ഹിദായത്ത് തരണമെന്ന് വിചാരിച്ചാലേ തരാൻ പറ്റൂ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ മുസ്ലിമാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, പക്ഷേ ആണോ അല്ലെ എനിക്കറിയില്ലട്ടോ. ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പേര് കൊണ്ട് ഞാൻ വിചാരിക്കും നിങ്ങൾ മുസ്ലിമാണ്. ഒരു ഹൈന്ദവ സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ടോ? അത് അയാളുടെ ഇഷ്ടല്ലേ. ഇപ്പൊ എനിക്കത് പറയുമ്പോ അയാൾ പറയണ്ടോ നോക്കണം. ഓക്കെ 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 ഒക്കെ ശരി തന്നെ. പക്ഷെ ഞാനൊരു എന്താ പറയാ ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പക്ഷെ എന്റെ ഒരു ചോദ്യം ബാക്കി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടല്ലേ. എന്താണ് മുസ്ലിമായിട്ടുള്ള എന്റെ ഷാജി ഏട്ടാ ഇവിടെ ഞാൻ എന്റെ റബ്ബിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന റബ്ബാണ് മുകളിൽ ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഏത് വിഷയത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അള്ളാഹും എന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പരാമർശിക്കാൻ പാടില്ല. എനിക്കത് സഹിക്കൂല. സഹിക്കാതെ അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? യജമാനെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റൊരടിമക്ക് ഭയങ്കര വിഷമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു അടിമക്ക് കുറച്ച് കഴിയുമ്പോ ശീലമായിക്കോളും. എന്ത് ശീലാവും? ഞാൻ എന്റെ റബ്ബിനെ ഒരിക്കലും മറക്കലും ഇല്ല. ഞാൻ അവനെ തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. അവതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ ദസ്തഖീൻ അബസ്തമീൻ അബദദ വല്ല ബസ്സത്താറ മുഖ്താറ ഹഫറ ഇതെന്താണ് പറയുന്നത്? അറബി കവിയാന്ന് തോന്നുന്നുണ്ട്. പറയാ നബിയെ തങ്ങൾ പറയുക ഞാനാണ് വലിയവൻ, എനിക്ക് ഉമ്മയില്ല വാപ്പയില്ല ബന്ധുക്കാരില്ല മക്കളില്ല. ഒരു ദൈവത്തിന് അതൊക്കെ ഉണ്ടാവാൻ പാടുണ്ടോ? അവൻ പറഞ്ഞിട്ടുണ്ട് ആരുമില്ല എനിക്ക്, ഞാൻ ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ എന്റെ ഒരു മനസ്സ് എനിക്ക് അള്ളാഹുവിനത്തിന് ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് എന്റെ റബ്ബിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെ 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 താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. വികാരം ഒന്ന് അടക്കി വെച്ചിട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ വികാരം അത് ഇതൊന്നും പറഞ്ഞ ഇത് എന്നെ വളച്ചൊടിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം നിങ്ങൾ എന്താ നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ചേലാകർമ്മം ആ തൊലി എന്തിന് കളഞ്ഞു എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ എന്താണ് വിളിച്ചതെന്ന് വെച്ചാല് എന്റെ ഹബീബിനെ എന്റെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അത് അവർ. ഇതാര് മഹാത്മാഗാന്ധിയുടെ അവതാരം? ആയിക്കോട്ടെ, ഇനി എനിക്ക് ഉത്തരം പറയേണ്ട സമയമാകുമ്പോ ഒന്ന് പറയും. നിങ്ങൾക്ക് എന്തു ഇതുവരെ നിങ്ങൾ ഉത്തരം പറഞ്ഞോ? നിങ്ങൾ സമയം തരണ്ടേ? നിങ്ങൾ എന്നെ റേഡിയോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനെങ്ങനെ ഉത്തരം പറയാം? അപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും ഞാൻ ഇങ്ങനൊന്നും പറയുന്നു. ഇതല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ അതെ അതെ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അത് ഞാൻ പറയും, പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതാണ് ഒന്നാമത്തെ അവകാശം. അത് റബ്ബ് തന്നിട്ടുണ്ട്, എല്ലാവർക്കും തന്നിട്ടുണ്ട്. വേണ്ടത് അതാ ദുനിയാവാണ്. റബ്ബല്ല തന്നത്, അത് റബ്ബ് തന്നിട്ടൊന്നുമില്ല. ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ തലയും കൈയും കാലൊക്കെ വെട്ടിക്കളയാനാ പറഞ്ഞിരിക്കണം. അപ്പൊ റബ്ബ് തന്നതൊന്നും പറയണ്ട, നിങ്ങൾ ഖുറാൻ പഠിച്ചാൽ മതി. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഇപ്പൊ അവകാശം തന്നിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇവിടെയുള്ള ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതും എനിക്ക് തന്നത്, അത് റബ്ബല്ല തന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി അപ്പൊ നിങ്ങൾ പറയാണ് അത് ഞാൻ പറയാൻ പാടില്ല. അത് ഞാൻ പറയും, കാരണം ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തൊലി. തൊലി ഇല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെന്താ നിങ്ങളുടെ മോളുടെ ചേലാക്രമം നിങ്ങൾ ചെയ്യാത്തത്? ഞാനത് പഠിച്ചിട്ടില്ല, ചെയ്യണോന്ന്. അതന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാത്ത, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സോറി പഠിച്ചിട്ടില്ല. അത് പെൺകുട്ടികൾ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ കേൾക്കാത്തോണ്ട് അത് ഇല്ലാന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ പെൺകുട്ടികൾ ചേലാകർമ്മം ചെയ്യുന്ന ഒരു സംഗതിയെ ഞാൻ കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് അതെങ്ങനെ ഇല്ലാതെയാവുക? കേൾക്കണോ? അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടോ?
ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണം നിർബന്ധമാണോ പറഞ്ഞോളൂ. ഈ ചേലാകർമ്മത്തിന്റെ കാര്യം നിങ്ങൾക്ക് കേൾക്കണോന്ന്? പറഞ്ഞോളൂ. എന്നാ അതെ കേട്ടോ. എന്നാലും ആ മീൻകാരിപ്പിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത് ഒരു ആത്മകഥാഗതം പറഞ്ഞതാ. ചേലാകർമ്മം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ചേലാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് അൽ ഖിത്താനുൽ റിജാലി പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അൽ ഖിത്താനു ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആണിനും പെണ്ണിനും ചേലാകർമ്മം നിർബന്ധമാണ്. കേട്ടോ? കേട്ട്. പറ. ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്? മോളുടെ കാര്യം നിങ്ങൾ ചെയ്യുമല്ലേ? അതെനിക്ക് അറിഞ്ഞാൽ മതി. ഇല്ല, ചെയ്യലില്ല. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അത് നിങ്ങളെ ഭാഗത്ത് ശരിയുണ്ട്. അത് നിങ്ങളെ ഭാഗത്ത് ശരിയാണ് സാറേ. ഓക്കെ, എന്താ ഇസ്ലാമില് നിങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യാനും സൗകര്യമുള്ളത് ചെയ്യാതിരിക്കാനുള്ള അവകാശം ഉണ്ടോ? പക്ഷെ ഞങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച പെണ്ണുങ്ങൾക്കല്ല ചെയ്യേണ്ട, ആണുങ്ങൾക്കാ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഇസ്ലാം അത് മലയാളത്തിൽ പ്രസംഗിച്ചതാണ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യുമല്ലേ? ചെയ്യുകയാണ്. അപ്പൊ മോളുടെ ചേലാകർമ്മം എന്നാണ് ഡേറ്റ്? മോളെ ചേലാകർമ്മം പെൺകുട്ടികളെ ചേലാകർമ്മം ചെയ്യലില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. അതിനെ കുറിച്ച് ഉസ്താദ് പഠിപ്പിച്ചെന്നല്ലോ ഇപ്പൊ. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ മാലൂട്ടി വാടി. ഇപ്പൊ ഞാനൊരു ഉസ്താദിന്റെ പ്രസംഗമാണ് കേൾപ്പിച്ചു തന്നത്. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പ്രസംഗം, ആ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടാണ് താങ്കൾ ഇത്രയും വലിയൊരാളായി? ഈ മതം പഠിച്ചതൊക്കെ പിന്നെ ആകാശത്ത് നോക്കിയിട്ടാണ്. വേറെ കാര്യം പറയട്ടെ സാറേ. അപ്പൊ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല. ഇസ്ലാം അറിയുന്ന ഉസ്താദ് പറയുമ്പോ ഉസ്താദിന് ഇസ്ലാം അറിയില്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ. നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശം. നിങ്ങൾക്ക് ഉസ്താദിനെ തിരുത്താൻ മാത്രം ഇസ്ലാം അറിയോ? ഇല്ലേ? ഇല്ല, അറിയൂല. പക്ഷെ എനിക്ക് എന്റെ ഹല്ലാനി എന്റെ ഹബീബിനെ അറിയാം. നിങ്ങൾ എടുക്കണ്ടേ? പെണ്ണുങ്ങ കേടാണ് ചേലാകർമ്മം ചെയ്യാൻ തൊലി ഏടാ നിൽക്കുന്നത് സാറേ. അതൊക്കെ ഇതിൽ ബാക്കി ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മൾ സംസാരിക്കണം എന്തായാലും വീഡിയോ വരും. അപ്പൊ ഞാൻ ഈ ഫുള്ള് വീഡിയോ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ വിശദമായിട്ടിരുന്ന് കാണാം. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സസ്പെൻസ് അറിയാൻ നടക്കും. എന്റെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കാൻ പാടില്ല. അത് പള്ളി പറഞ്ഞാൽ മതി. റബ്ബിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കാൻ പാടില്ല. ഈ ലോക പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ അവനെ കുറിച്ച് എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഹബീബിനെ കുറിച്ച് എന്തൊക്കെയാണ് പലതും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ എന്താണ് നിങ്ങളോട് ചെയ്തത്? രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ട് ആ തോലി മുറിക്കാൻ പറഞ്ഞതാണോ അവൻ നിങ്ങളോട് ചെയ്ത തെറ്റ്? എന്നോട് പലതും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്റെ അറ്റം കളഞ്ഞു. അത് തന്നെ. വല്ലാത്തൊരു ദണ്ഡമുണ്ട്. ദണ്ണം അറിയോ? ദണ്ണമുണ്ട്. അതിന്റെ വിഷമം ഞാൻ ആരും ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.